കുറച്ച് മാങ്ങ മോഷ്ടിക്കാൻ പോയാലോ? എനിക്കും സച്ചുവിനും പെട്ടെന്ന് തോന്നിയ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അപ്പുറത്തെ വീട്ടിലെ മതിലിൽ കയറി മാങ്ങ മോഷ്ടിക്കുകയാണ് കേട്ടോ. കാര്യം ആ ആന്റി കുറച്ച് നാൾ കഴിഞ്ഞ് കൊണ്ട് തരുമെങ്കിലും അതുവരെ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ ആഗ്രഹം സഫലമാക്കി കഴിഞ്ഞപ്പോഴേക്കും മമ്മിക്ക് സപ്പോർട്ട് കഴിക്കണമെന്നായി. ഈ വീട്ടിൽ ആരും സപ്പോർട്ട് കഴിക്കാറില്ല. പിന്നെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, സപ്പോർട്ട് നമ്മുടെ സ്വന്തം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ടെറസിൽ കയറി സപ്പോർട്ട് പറിക്കലായി. അപ്പോഴാണ് ആദ്യക്കൂട്ടന് അവിടെ ഉണ്ടായിരുന്ന ഊഞ്ഞാല് അപ്പം തന്നെ കെട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി തുടങ്ങിയത്. ഈ ഊഞ്ഞാല് ശരിക്കും പണ്ട് മുതലേ ആരൊക്കെയോ നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഊഞ്ഞാലാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ശങ്കരി വീടാണ്. ഇവിടെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. എല്ലാ ഫാമിലിയും ഒരുമിച്ച് വന്ന് ഈ ഗ്രാമത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ശരിക്കും ഇത് എന്റെ അച്ഛന്റെ കുടുംബ വീടാണ് കേട്ടോ. ഈ വീടിന് 100 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് എന്റെ അപ്പൂപ്പനൊക്കെ പറഞ്ഞിട്ടുള്ളത്. റിനോവേറ്റ് ചെയ്യാൻ എല്ലാവരും പല പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിലും പപ്പയ്ക്കൊക്കെ എന്തോ ഈ നൊസ്റ്റാൾജി കളയാതിരിക്കാനായിരിക്കണം പിന്നീട് അതിനൊന്നും ശ്രമിച്ചില്ല. എന്നാലും ഇപ്പൊ നമ്മളൊക്കെ വന്ന് നിൽക്കുമ്പോൾ അസൗകര്യമൊന്നും തോന്നാതിരിക്കാൻ കുറച്ച് ഭാഗം മാത്രം ചെറിയൊരു റിനോവേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. എല്ലാവരും മിക്ക ദിവസങ്ങളിലും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഈ തുളസിത്തറയിൽ വന്നിരുന്ന് കുറെ നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും കിടന്നുറങ്ങാറ്.